ഇത് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി വരുന്നു കേരളത്തിലേക്ക് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ഒരു വലിയ ഇലക്ഷൻ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൂടിയാണ് ആ വരുന്നത്. തോന്നുന്നത് കേരളത്തിലടക്കം ചില സ്ട്രാറ്റജീസ് അത് കൂടുതൽ കൃത്യമായി ആളുകളെ ധരിപ്പിക്കുന്നതിനായി അങ്ങനെയുള്ള യോഗങ്ങളൊക്കെയാണ് അത് മാധ്യമങ്ങളിൽ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റോഷിപാലും കഴിഞ്ഞ ദിവസം അതിന് ചില സൂചനകൾ നൽകിയിരുന്നു. അതെ, അപ്പോൾ ആ അർത്ഥത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും അവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഊർജിതമാക്കുന്നു എന്നതിൻ്റെ വാർത്തയാണ് പ്രധാനമായും ഹിന്ദു കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത, അദ്വാനി വിൽ അറ്റംപ്റ്റ് രാം ടെമ്പിൾ കൺസെക്രേഷൻ എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ജനുവരി 22 നടക്കാൻ പോകുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ LK അദ്വാനി പങ്കെടുക്കും. ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ആദ്യത്തെ അങ്ങനല്ല, ഞങ്ങൾ അറിയിക്കുന്നു, നിങ്ങൾ വരണ്ടെന്നായിരുന്നു. വളരെ വിചിത്രമായിരുന്നു. അത് മുരളി മനോഹർ ജോഷിയോടും അങ്ങനെയാ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് പിന്നെ നിങ്ങൾ രണ്ടാളും വരണമെന്നില്ല, പക്ഷെ നമ്മൾ ഈ പരിപാടി അറിയിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ വളരെ വിചിത്രമായൊരു കാര്യം, അയോധ്യയായി ബന്ധപ്പെട്ട് ഈ പുരി ശങ്കരാചാര്യ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ഒരു വലിയ വാർത്തയായിട്ട് ഹിന്ദു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പാർഷ്യലി ബിൽറ്റ് ടെമ്പിൾ ഈസ് ബീങ് ഇനോഗ്രേറ്റഡ് ഇൻ അയോധ്യ ഫോർ പൊളിറ്റിക്കൽ ഗെയിൻസ് എന്ന് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നു. ഭാഗികമായിട്ടാണ് ഈ രാമക്ഷേത്ര നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും ഹിന്ദു വിശ്വാസത്തിൽ ഭാഗികമായ ക്ഷേത്ര നിർമ്മാണത്തിന് ഇത്തരം ചടങ്ങുകൾ നടക്കാറില്ലെന്നും ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷമാണ് വിഗ്രഹപ്രതിഷ്ഠ എന്നും, അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമാണെന്നും ശങ്കരാചാര്യ, പുരിയിലെ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നു. 145ാമത് ശങ്കരാചാര്യ, അവർക്ക് അങ്ങനെ ഒരു നമ്പരൊക്കെ 145th ശങ്കരാചാര്യ ഓഫ് പുരിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിനകത്ത് വളരെ വലിയ തിരിച്ചറിവുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല പറയുന്നത്, വെൻ മോഡിജി വിൽ ഡു ദി കോൺസെക്രേഷൻ അറ്റ് ദി ടെമ്പിൾ ആൻഡ് വിൽ ടച്ച് ദി ഐഡൽ വിൽ ബി ഗോയിങ് ദെയർ ടു ക്ലാപ്പ് എന്ന് പറയുന്നതിനകത്ത് അവിടെ പോയി കൈയടിക്കാനുമില്ല. അങ്ങനെ കൂടി ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അതായത് ഈ നരേന്ദ്രമോദി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. അവിടെ പൂജയും അവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠയും ഒക്കെ നരേന്ദ്രമോദി തന്നെ ചെയ്യാൻ പോകുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുണ്ടാവും. പക്ഷേ അവിടുത്തെ ഒരു മുഖ്യ കാർമ്മികനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിലൊരു സംശയം. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അതിൽ ആ സെക്റ്റിൽ നിന്ന്, ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പിന്നെ മാധ്യമങ്ങളോട് നേരിട്ട് പറയുക കേട്ടോ, ആരും വിളിച്ചെടുത്തതൊന്നുമല്ല. അതെ അതെ, മീഡിയ ഇൻട്രക്ഷൻ അദ്ദേഹം പറയുന്നു. എന്ന് മാത്രവുമല്ല, വേറെ ചില പ്രശ്നങ്ങൾ അപ്പോൾ അതിനിടയ്ക്ക് തിരിച്ചൊരടി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. VSP പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. VSP പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീരാം ജന്മഭൂമി അതിൻ്റെ ചില രാം മന്ദിർ ബിലോങ് ടു ദ പീപ്പിൾ ഓഫ് രാമാനന്ദ് സെക്ടർ, നോട്ട് ടു ശങ്കരാചാര്യ ശൈവ സെക്ടർ. അതാണ്. അപ്പോൾ വേറൊരു പ്രശ്നം അവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് പിന്നെ രണ്ട് സെക്റ്റുകളുണ്ടല്ലോ ഹിന്ദു മതത്തിൽ, വൈഷ്ണവൈറ്റ്സും ഉണ്ട്, ശൈവൈറ്റ്സും അല്ലേ. അപ്പോൾ വൈഷ്ണവരുടെ ക്ഷേത്രമാണ് ഈ രാമക്ഷേത്രമെന്നും ഈ ശങ്കരാചാര്യര് പിന്നെ ബിലോങ്ങിങ് ടു ശൈവ സെക്ട് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശൈവന്മാർക്ക് ഇതിനകത്ത് വലിയ ഒരു ആർഗ്യുമെന്റിന്റെ ഭാഗമാണ്. ആർഗ്യുമെന്റിന് പ്രസക്തി കൂടിയുണ്ട് കേട്ടോ. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ആർഗ്യുമെന്റുകളുടെ സൂചന കൂടിയാണ്. അതെ 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 അതെ, അത്തരത്തിലൊരു എതിർപ്പും അവിടെ വന്നിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ന്യായയാത്രയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഈ പറയുന്ന ബീരൻ സിംഗ് ഇതുവരെ അഡ്മിറ്റ് കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ന്യായയാത്ര ടു ഗെറ്റ് പെർമിറ്റ് ഒൺലി ആഫ്റ്റർ സെക്യൂരിറ്റി റിവ്യൂ എന്നാണ് മണിപ്പൂർ CM പറഞ്ഞിരിക്കുന്നത്. അത് മണിപ്പൂരിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത് ന്യായയാത്ര. അപ്പോൾ അവിടെ ഇംഫാലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടുത്തെ മണിപ്പൂർ യൂണിറ്റ് പ്രത്യേകമായൊരു അപേക്ഷ പിന്നെ മണിപ്പൂർ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇത് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ